ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു യൂട്യൂബർക്കുള്ള ഒരു മറുപടിയാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരാനുള്ള ഒരു കാരണം. പിന്നെ കൊച്ചു പിള്ളേർ ഈ വീഡിയോ കാണരുത്. പിന്നെ അതുപോലെ കഴിവിൻ്റെ പരമാവധി ഹെഡ്സെറ്റ് വെച്ച് കാണാൻ ശ്രമിക്കുക. കാരണം കുറേ നാളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലിട്ട് അലക്കുന്ന ഒരു വ്യക്തിയാണ് രേണു സുധി. അതായത് സകല യൂട്യൂബർമാരും എടുത്തിട്ട് 5ഉം 10ഉം 20ഉം 25ഉം വീഡിയോസ് ചെയ്ത ആൾക്കാർ വരെ ഉണ്ട്. അതിനകത്ത് ഞാൻ കണ്ടതിൽ ഏറ്റവും ഒരു വൃത്തികെട്ട ഒരു കഴിവറ മോള് എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. കാരണം ഈ മോളുടെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് ദിവസവും നോട്ടിഫിക്കേഷൻ വരികയാണ്. അതായത് വ്യക്തി ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് കാണുന്നതല്ലേ നല്ലത്. ഇത് കണ്ടോ? എല്ലാവരും കേട്ടല്ലോ. അതായത് സുഹൃത്തുക്കളെ, നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ധാരാളം യൂട്യൂബർമാരുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു 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 സാധനം. അതായത് ഇതുപോലെ ഒരു വിഷവിത്ത്, അസൂയയും കുശുമ്പും നിറഞ്ഞ ഒരു സാധനത്തിനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഈ സുധി എന്ന് പറയുന്ന കലാകാരൻ മരിച്ച് ഈ സുധിയുടെ വൈഫ് അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് അഭിനയിക്കാനും ഷോർട്ട് ഫിലിമിലും ഒക്കെ അഭിനയിക്കാൻ ഇറങ്ങിയതിന് ശേഷം അന്ന് തൊട്ട് ഇന്ന് വരെ നൂറുകണക്കിന് വീഡിയോസാണ് ഈ മോള് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവളുടെ ഈ വീഡിയോസ് കണ്ട് 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 തഴമ്പിച്ച് കിടക്കുകയാണ്. സാധാരണ ഓരോ യൂട്യൂബർമാർ 1, 2, 4 വീഡിയോസ് ചെയ്തു അവരുടെ വഴിക്ക് പോകുന്നു, അടുത്ത കണ്ടന്റ് എടുത്ത് ചെയ്യുന്നു. ഈ മോളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ദിവസവും പിന്നെ രേണു സുധിയുടെ തലയിൽ പേനുണ്ട്, അവള് കുളിച്ചില്ല, അവള് ഷഡ് ഇട്ടിട്ടില്ല, പിന്നെ അവള് ബാത്റൂമിൽ പോയപ്പോൾ 2 മുക്ക് മുക്കി, പ്രേക്ഷകർ കണ്ടങ്ങ് ഞെട്ടിപ്പോയി. അതായത് ഇവളുടെ വീഡിയോസ് കാണുന്നത് രസകരമായ ഒരു കാര്യമാണ്. കാരണം 50 പേര്, 40 പേര്, 70 പേര്, 110 പേര് ഒക്കെയാണ് ഈ വീഡിയോസ് കാണുന്നത്. കാരണം റീച്ച് ഇല്ല. ഇതിനു മുമ്പ് എറണാകുളത്തുള്ള ഒരു വണ്ണമുള്ള ഒരു 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 സാധനം, അതായത് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് 2-3 പ്രാവശ്യം ഈ എന്താ പറയുന്ന ആത്മഹത്യാ നാടകം കളിച്ച ഒരു സാധനത്തിന്റെ ആസനം. കാര്യം എന്ന് പറഞ്ഞാൽ രേണു സുധിക്ക് ഉള്ളേക്കാൾ ഇച്ചിരി വലിയ സാധനമായതുകൊണ്ട് അവളുടെ സാമാനത്തിനെ എപ്പോഴും അങ്ങ് പുകഴ്ത്തുകയാണ്. എടി പുന്നാര മോളെ, ഈ രേണു സുധിക്കുള്ളതും ആ സ്ത്രീക്കുള്ളതും സാധനങ്ങളൊക്കെ എല്ലാം ഏറെക്കുറെയൊക്കെ ഒരുപോലെയാണ്. നീ ഇവിടെ ഇരുന്ന് കുത്തിക്കുറിച്ച് ഈ അസൂയ കൊണ്ടിട്ട് ഒരു കാര്യമില്ല. ദിവസവും ഞാൻ കാണുന്നതാണ്. കുറച്ചൊക്കെ ഒരു ഉളുപ്പും മര്യാദയും വേണം. ഇവളുടെ കണ്ടന്റുകൾ ഞാൻ വായിക്കാം. എന്താണ്? രേണുസുധിയെ പൊളിച്ചടുക്കി ഫാദർ റോബിൻ, പിന്നെ രേണുസുധിയുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച്, പിന്നെ അതുപോലെ രേണുസുധി ഇന്നലെ കുളിച്ചില്ല, പിന്നെ എന്ന് വേണ്ട ദിവസവും രേണുസുധിനെ കുറിച്ചിട്ടാണ് അടക്കുന്നത്. പിന്നെ ഞാനിപ്പോ പറയുമ്പോൾ വിചാരിക്കും, അതായത് ഒരു കിളവൻ അല്ലെങ്കിൽ ഒരു സാധാരണ എല്ലാവർക്കും പറയാൻ എന്തെങ്കിലും നമ്മൾ പ്രതികരിക്കണമെങ്കിൽ പറയുന്ന ഒരു വാക്കാണ് ഈ കിളവൻ എന്തോ വേണം, അല്ലെങ്കിൽ പിന്നെ ആ മുതുക്കൻ എന്തോ വേണം, അല്ലേ? എടീ പക്ഷേ ഈ രേണുസുധി എന്ന് പറയുന്നത് എൻ്റെ മാമന്റെ മോളോ മച്ചമ്പിയോ കുഞ്ഞമ്മയുടെ മോളോ ഒന്നും അല്ല. എനിക്ക് അവള് ആസനം താങ്ങേണ്ട കാര്യവുമില്ല. എന്നാലും നിന്നെ പോലെയുള്ള യൂട്യൂബർമാര് കുറച്ചൊക്കെ ഒരു മാന്യത അന്തസ്സും ഉണ്ട്. എത്ര വീഡിയോസാണ് നീ എടുത്തിട്ട് അങ്ങോട്ട് ഇവളെ കുറിച്ചിട്ട് അങ്ങ് അടക്കുന്നത്? പിന്നെ ഈ രേണുസുധി എന്ന് പറയുന്ന സാധനം അത്രത്തോളം നല്ലൊരു സാമാനമാണെന്ന് ഞാൻ പറയുന്നില്ല. എന്തോ ആയിക്കോട്ടെ, അതൊരു സ്ത്രീയല്ലേ, നിന്നെപ്പോലെ ഒരു അമ്മ പെറ്റ സ്ത്രീയല്ലേ അവള്. നീ ഇത്രത്തോളം എടുത്തിട്ട് അലക്കേണ്ട കാര്യം എന്താണ്? നീ അലക്കുന്നതുകൊണ്ട് നിനക്ക് എന്തുകൊണ്ട് ഗുണം എന്തുണ്ട്? നീ ദിവസം 1-2 വീഡിയോസ് ഇങ്ങോട്ട് ഇടുന്നു. നിനക്ക് ഈ സമൂഹത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ നടക്കുന്നു അതൊന്നും നിന്റെ കണ്ണിൽ കാണുന്നില്ല. ഈ രേണുസുധി കക്കൂസി പോകുന്നതും പിന്നെ ഷഡ് ഇടാതെ നടക്കുന്നതും മാത്രമേ നിന്റെ കണ്ണിൽ കാണുന്നുള്ളൂ. എനിക്കറിയാൻ വയ്യാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. നീയൊക്കെ നാടിന് വേണ്ടിയിട്ട് എന്ത് നന്മയാണ് ചെയ്യുന്നത്? ഇതിനു മുമ്പ് നിനക്ക് ഒരു വലിയൊരു ഊമ്പൽ ഉണ്ടായിരുന്നു. അതായത് മെമ്പർഷിപ്പ് ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ചിട്ട് നീ അങ്ങോട്ട് ഉണ്ടാക്കാൻ തുടങ്ങി.
അവളുമാര് നിന്റെ കണ്ണാക്ക് ഒരു അടിച്ചങ്ങോട്ട് തന്നു, നീ ഇല്ല ഇതായിട്ട് നനഞ്ഞ കോഴി ഇരിക്കുന്ന പോലെ ഇങ്ങനെ വന്നിരുന്ന് കരയുന്നത് ഞാൻ കണ്ടായിരുന്നു. നിനക്ക് ഈ അഭിഹിതവും ഇങ്ങനെയുള്ള രേണുസുതിമാരെ നിനക്ക് പുകഴ്ത്താനും അല്ലെങ്കിൽ അവരെ കുറിച്ച് പറയാനും മാത്രമേ നിനക്ക് കണ്ടന്റ് കിട്ടുന്നുള്ളൂ. ഈ നമ്മുടെ എത്രയോ യൂട്യൂബർമാര് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ ഒരു രേണുസുതിയെ 1-2 പ്രാവശ്യം ചെയ്ത് കളഞ്ഞു, അടുത്ത കണ്ടന്റ് വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. നിനക്ക് ദിവസം എന്ന് നോക്കിയാലും കണ്ട് 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 മടുത്തു. ഈ പിന്നെ നിനക്ക് ഉള്ളതിന്റെ അത്ര ഒരു സാധനത്തിന്റെ കനം ഈ രേണുവിന് കുറവായത് കൊണ്ടാണോ നിനക്ക് അവളെ ഇഷ്ടപ്പെടാത്തത്? കണ്ടോ രേണുസുതി ബിഗ് ബോസിൽ സത്യം പറഞ്ഞ നമുക്ക് തന്നെ ഒരു ലജ്ജ തോന്നുവാണ്. ആ സ്ത്രീ ഒരു അമ്മ പറ്റതാണ്, നിന്നെ ഒരു അമ്മ പറ്റതാണ്. നീ എന്തിനാണ് ഇത്രയും അസൂയ കാണിക്കുന്നത്? അസൂയ കാണിക്കേണ്ട കാര്യം എന്താണ്? അപ്പോ സാധാരണ യൂട്യൂബർമാര് ഈ പല കണ്ടന്റുകളും എടുത്ത് ചെയ്യുന്നു. ഈ രേണുസുതിന്റെ വീഡിയോ വെച്ച് നീ ചെയ്തിട്ട് നീ എന്താണ് റീച്ച് ഉണ്ടാക്കുന്നത്? നീ ദിവസവും ഈ 24 മണിക്കൂറും ഈ രേണുസുതി എന്തോ ചെയ്യുന്നെന്ന് നോക്കിയിരിക്കുമല്ലേ? അതായത് നിന്റെ ഓരോ സംസാരത്തിലും അറിയാം നിന്റെ അസൂയയും കുശുമ്പും നിറഞ്ഞ സംസാരം. കാണണ്ടോ? എന്താ പൊന്നു രേണുസുതി ഒരു ദിവസം 1,00,000 രൂപ ചോദിച്ചു. അവക്ക് 50,000 രൂപയാണ് ഒരു ദിവസത്തെ പേയ്മെന്റ്. നിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞതുപോലെയല്ലേ നീ അങ്ങോട്ടേക്കാന്ന് തള്ളുന്നത്? അല്ലെങ്കിൽ അവൾക്ക് കിട്ടട്ടെ, അവളൊരു സ്ത്രീയല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, ഈ അസൂയയും കുശുമ്പും ഈ കുന്നാനി തരമായിട്ടിരിക്കാതെ നാളെ നീ ഒരു ഷഡ്ഡി ഇട്ട് അല്ലെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് ഇറങ്ങ്. എവളെക്കാലം എന്തായാലും രേണുസുതിനെക്കാളും ഇച്ചിരി കൂടെ ഒക്കെ ശരീരവും ഇച്ചിരി കാണാനൊക്കെ ഉണ്ടല്ലോ, നിനക്ക് ഇതിനേക്കാളും റീച്ച് കിട്ടും. മറ്റുള്ള സ്ത്രീകൾ എങ്ങനെയെങ്കിലും സമൂഹത്തിൽ ജീവിക്കാൻ നോക്കുമ്പോ പിന്നെ എടി കൊച്ചു മോളെ, ഈ നിന്നെ പോലെയുള്ള ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറെ യൂട്യൂബർമാരുടെ ചെലവിലല്ല ഈ രേണുസുതി കഴിയുന്നത്. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷനോ സ്ത്രീയോ ആവട്ടെ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവരാണ്. അല്ലാതെ നിന്നെ പോലെയുള്ള യൂട്യൂബർമാരുടെ ഇഷ്ടത്തിനല്ല അവർ ജീവിക്കുന്നത്. ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. കുറച്ചൊക്കെ ഒരു ഉളുപ്പും മര്യാദയൊക്കെ വേണം. നാളെ ചിലപ്പോൾ നീ ഈ വീഡിയോ കണ്ടിട്ട് നാളെ എനിക്കെതിരെ ചൊരയ്ക്കാൻ വരും. എനിക്കിവിടെ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. പറയാനുള്ളത് പറയണം. കാരണം ഇത് കുറേ നാളായിട്ട് കാണുകയാണ്. സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ നിന്റെ ഈ ഒരു തൊലിഞ്ഞ ഒരു വീഡിയോസ് കണ്ട് മടുത്തു. ഇടയ്ക്കിടയ്ക്ക് അങ്ങ് നോട്ടിഫിക്കേഷൻ വരുവാണ്. രേണുസുതി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, രേണുസുതിയുടെ കാമുകം വന്നു, സുധിയുടെ ആദ്യ ഭാര്യ വന്നു, അമ്മച്ചി പറഞ്ഞു, മറ്റവള് പറഞ്ഞു, മറിച്ചവള് പറഞ്ഞു. നിനക്ക് നാണോ ഉളുപ്പൊന്നുമില്ലടി പുല്ലേ. നീ ഒരു മനുഷ്യ സ്ത്രീ ആണോ? എൻ്റെ ഒരു സംശയമാണ്. നീ ഒരു മനുഷ്യ സ്ത്രീ ആണോ? നിന്നെപ്പോലെ ഒരു അമ്മ പറ്റ സ്ത്രീ തന്നെയാണ് ഈ രേണു എന്ന് പറയുന്നത്. അവളെ വെഴിക്കും വിട്ടേരെ. നിനക്കെന്താണ് ഇത്ര കഴപ്പ്? ഈ സുധി എന്ന് മരിച്ചോ അന്ന് മുതൽ നിന്നെ പോലെയുള്ള കുറെ എണ്ണത്തിനെ കഴപ്പ് കയറിയതാണ്. അതായത് സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീയൊക്കെ ശത്രു എന്ന് പറയുന്നത് പോലെ നീയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ സ്ത്രീ എടുത്തിട്ട് അലക്കുന്നത്. ഇനിയിപ്പോ നാളെ നീയൊക്കെ പറയും ഒരു കിളവൻ വന്നിരുന്ന രേണുവിനെ സപ്പോർട്ട് ചെയ്തു. രേണു എന്റെ കുഞ്ഞമ്മയുടെ മോളൊന്നും അല്ല, എനിക്ക് അവളൊന്നും ഒരു കോപ്പുമല്ല. പിന്നെ പറയാനുള്ളത് പറയണമല്ലോ. നീയൊക്കെ 1, 2, 10 കണ്ടന്റ് എടുത്ത് ചെയ്തു കള. എന്നിട്ട് ഈ സമൂഹത്തിൽ വേറെ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. നിനക്ക് ഈ അവിഹിതം മാത്രമേ ഉള്ളൂ പറയാൻ. ഇതിനു മുമ്പ് ഈ മെമ്പർഷിപ്പ് ചെയ്യുന്നവരെ കുറിച്ച് പറഞ്ഞു നിനക്ക് നല്ല റീച്ച് ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചി പറയുന്നതാണ് സത്യം, പിന്നെ ചേച്ചിയാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കുറെ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തത്. അവസാനം റിപ്പോർട്ട് അടിച്ചിട്ട് അണ്ണാക്കി തന്നപ്പം ഈ പറയുന്ന ഒരുത്തനും ഇല്ലായിരുന്നു. ഈ രേണുസുതിക്ക് ഇതുപോലെ ഒരു കഴിവുണ്ടായിരുന്നുവെങ്കിൽ അടിച്ചു നിന്റെ അണ്ണാക്കി തരുമായിരുന്നു. അതായത് ബിഗ് ബോസിൽ ആ സ്ത്രീ എന്തോ ചെയ്യട്ടെ, നിനക്കെന്ത് വേണം? കണ്ടന്റ് ദാരിദ്ര്യമാണോ? വേണമെന്നുണ്ടെങ്കിൽ നാളെ മുതൽ ഞാൻ പറഞ്ഞുതരാം. രേണുവിനെ വെച്ച് തന്നെ വേണമെങ്കിൽ കുറെ അങ്ങ് പറഞ്ഞുതരാം. ഒരു മര്യാദ ഉളുപ്പൊക്കെ വേണം. നമ്മളെല്ലാവരും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. ആ സ്ത്രീ എങ്ങനെ ജീവിക്കട്ടെ?
അത് ആ സ്ത്രീ എങ്ങോട്ട് തിരിഞ്ഞാലും അതിന്റെ കാലിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ മൊബൈലും ക്യാമറയും പിടിച്ചുകൊണ്ട് നടക്കാൻ കുറെ അലവലാദികൾ. രേണുസുതി അങ്ങോട്ട് പോയി കുളിച്ചില്ല, തൊലിച്ചില്ല, പറിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കി അങ്ങ് ഇടുന്നു. അത് കാണുമ്പോൾ നിന്നൊക്കെ പോലെയുള്ള കുറെ അലവലാദികൾ എടുത്തിട്ട് അലക്കാനും അങ്ങോട്ട് വരികയാണ്. നാളെ ചിലപ്പോൾ നീ ഇത് കാണുകയാണെങ്കിൽ നാളെ എനിക്കെതിരെ തൊലിക്കാൻ വരും. നീ തൊലിച്ചോ കേട്ടോ. കുറച്ചൊക്കെ ഒരു എളുപ്പം മര്യാദയാണ്. ഈ അസൂയ കുശുമ്പ് അങ്ങ് മനസ്സിൽ വെക്ക്. കാര്യം എന്ന് പറഞ്ഞാൽ എത്രയോ നല്ല നല്ല കണ്ടന്റ് എടുത്ത് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അവരെയൊന്നും നിനക്ക് കാണാൻ വയ്യ. നിന്റെ ഓരോ സംസാരത്തിലും അറിയാം നിന്റെ മനസ്സിലുള്ള വിഷം തുപ്പുന്ന സംസാരം. ഓ എന്റെ പൊന്നോ, രേണുസുതി പൈസ ഉണ്ടാക്കുന്നു, അവക്ക് 50,000 കിട്ടുന്നു, 1,00,000 കിട്ടുന്നു. കിട്ടുന്നെങ്കിൽ അവളുടെ കഴിവാണ്. നാളെ ഒരു നീ അങ്ങോട്ട് ഇറങ്ങ്. എന്താ നിന്നെ കൊണ്ട് പറ്റത്തില്ലേ? നെഗറ്റീവ് കൊണ്ട് ജീവിക്കുന്നു. കുറച്ചൊക്കെ ഒരു മര്യാദ എളുപ്പം ആവാം കേട്ടോ. നീയൊന്നും നന്നാവാൻ പോകുന്നില്ല. നാളെ നീ ഇത് വീണ്ടും രേണുവിന്റെ പാവാട വള്ളി തൂങ്ങിക്കൊണ്ട് നടക്കും. എന്നാൽ നിനക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു 500 പേര് തേച്ച് കാണുന്ന എത്ര വീഡിയോ ഉണ്ടോ നിനക്ക്? 100 പേര്, 50 പേര്, 75 പേര്, 40 പേര്. ഒരു മനുഷ്യന് ഒരു വീഡിയോ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന അതിനുള്ള ഒരു പേയ്മെന്റെങ്കിലും നിനക്ക് കിട്ടണ്ടേ? നിനക്ക് ഓർമ്മയുണ്ടായിരിക്കും, പണ്ട് ഇതിനെതിരെ പ്രതികരിച്ചപ്പോൾ ഞാൻ നിനക്ക് കമന്റ് ഇട്ടു. അന്ന് അവർ ഇതൊക്കെ യൂട്യൂബ് കൊടുക്കുന്ന ഓരോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മെമ്പർഷിപ്പ് ഒക്കെ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് കൊടുക്കുന്ന ഒരു ഇതാണ്. അത് അവർ ചില ആൾക്കാർ മുതലാക്കുന്നു. നിന്നെ പോലുള്ളവർക്ക് അത് പറ്റുന്നില്ല. അതിനാണ് ഇവരടുത്ത് അസൂയം കുശുമ്പും കാണിക്കുകയല്ല ചെയ്യേണ്ടത്. കഷ്ടം, അലവലാദികൾ. നീയൊക്കെയാണ് നാട് നന്നാക്കാൻ ഉലത്താൻ. കാര്യം ഇതിനിടയ്ക്ക് പറയാൻ ഓഹോ പിന്നെ ഞങ്ങളില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കേരളം തീർന്നു, നശിച്ചു. ഒരു രേണുസുതിയുടെ സാമാനം താങ്ങാൻ നടക്കുന്ന കുറെ അലവലാദികൾ. അപ്പോ നാളെ ചിലപ്പോൾ ഇത് കാണണമെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ നീ ഉണ്ടാക്കാൻ വരണം കേട്ടോ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.